സ്വാഗതം. ഒരു കുട്ടി ഉണ്ടാകുക, ആ കുട്ടിയെ പൊന്നുപോലെ നോക്കുക, ഇതൊക്കെ ഏതൊരു ദമ്പതികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചിലപ്പോൾ ആഗ്രഹം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ, ഈ ഭർത്താവിന്റെ ആണെങ്കിലും ശരി, ഭാര്യയുടെ ആണെങ്കിലും ശരി, ജീവിത ശൈലി കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാക്കാതെ വരും. എന്താണെങ്കിലും ഭർത്താക്കന്മാർക്ക് കുട്ടികൾ ഉണ്ടാകാതെ വരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് റീസൺ എന്ന് പറയുന്നത് അവരുടെ സ്പേം, അതായത് ശുക്ലത്തിന്റെ അളവ് കുറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ശുക്ലത്തിന്റെ അകത്തുള്ള ബീജത്തിന്റെ കൗണ്ട് കുറയുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഭർത്താവിന് കുട്ടികൾ ഉണ്ടാകാതെ വരുന്നതിന്റെ റീസൺ. എന്താണെങ്കിലും അതിന് കാരണങ്ങൾ പലതാണ്. ഭർത്താക്കന്മാരുടെ ജീവിത ശൈലി, ഇന്നത്തെ കാലത്തെ ഫാസ്റ്റ് ഫുഡിന്റെ രീതി, പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ മായം കലർന്ന പലതരത്തിലുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ പറയുവാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കേസ് എന്ന് വേണം പറയാം, നമ്മൾ കുറേയധികം ആൾക്കാർ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ എത്രത്തോളം ടെമ്പറേച്ചർ, ചൂട് കൂടുതലാണോ എന്നുള്ള അറിയാം. ആ ചൂട് കൂടുതലും ഇന്നും ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് ഗൾഫ് മേഖലയിലെ ഇങ്ങനെ ഒരു പുരുഷന്മാർക്ക് ഉണ്ടാകുന്നതിന്റെ പ്രശ്നങ്ങളിൽ ഒരു ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് ഈ ചൂട് കൂടുതൽ കൊണ്ട് ഇവരുടെ ശുക്ലത്തിന്റെ അളവ് കുറയുകയും അല്ലെങ്കിൽ ഇവരുടെ ശുക്ലത്തിന്റെ അകത്തുള്ള ബീജത്തിന്റെ കൗണ്ട് കുറയുകയും ചെയ്യുന്നു. എന്താണെങ്കിലും അത് ഡോക്ടർമാർ തന്നെ പല രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള രോഗപ്രതിരോധ ശേഷിക്കായിട്ടുള്ള പല മരുന്നുകളും അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം കെമിക്കൽ തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത വെറും സാധാരണ രീതിയിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇതിനു വേണ്ടി ഒരു ഉപായം സൃഷ്ടിക്കാൻ കഴിയും. എന്താണെങ്കിൽ ആ ഉപായം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു, കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് ഞാൻ പറയാം. ആദ്യം വേണ്ട വാൾനട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വാൾനട്ട്സ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം മേടിക്കാൻ കിട്ടും. നമ്മുടെ കേരളത്തിൽ വരെ മേടിക്കാൻ കിട്ടും, ഒരു കുഴപ്പവുമില്ല. ഇതാണ് വാൾനട്ട്സ്. ഇത് വറുത്തതോ അല്ലെങ്കിൽ മറ്റേ സോൾട്ട് ഇട്ട് വെച്ചതോ അങ്ങനെ ഒന്നുമല്ല. ഇത് വാൾനട്ടുള്ളതാണ്. അതായത് ഒന്നും ചെയ്യാതെ ഫ്രഷ് ആയിട്ട് അതേപടിയുള്ള വാൾനട്ട്സ് ആണിത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ട് ആണ്. ഈ ആൽമണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ആൽമണ്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇത് ഞാൻ പറയുന്നു, ഇതിന് ഒരു കാരണവശാലും ഇത് റോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ സോൾട്ട് ഇട്ട് വെച്ചതോ അങ്ങനെയൊന്നുമല്ല. ഇത് ഫ്രഷ് ആണ്, അതേപടിയായിട്ടുള്ള വാൾനട്ടാണ്. ഇതിൻ്റെ അകത്ത് വറുത്തതോ പൊരിച്ചതോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മത്തങ്ങയുടെ സീഡാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പംകിൻ സീഡ്. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഈ ചോക്ലേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ആയിരിക്കണം. സാധാരണ മിൽക്ക് ചോക്ലേറ്റിന് കാണാം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കാണാം. പ്രത്യേകം നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡാർക്ക് ചോക്ലേറ്റ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് മാത്രമേ മേടിക്കാവുള്ളൂ. സാധാരണ ചോക്ലേറ്റ് ഒരു കാരണവശാലും മേടിക്കാതിരിക്കുക. അതായത് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അത് കൂടുതലായിട്ടുള്ള കൊക്കോയുടെ അതിന്റെ അംശം കൂടും, കൊക്കോയുടെ അംശം കൂടും. അതുകൊണ്ടാണ് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വേണ്ടത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ സാഫ്രനാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുങ്കുമപ്പൂവ്. ഓക്കെ, ഇത് ഒരല്പം. ഇനി അതിന് നമുക്ക് ഇതൊരു മിക്സിയുടെ ചെറിയൊരു ജാറിൽ എടുത്തിട്ട് നമുക്ക് 25 ഗ്രാമോളം ഏകദേശം കുറച്ച് വാൾനട്ട്സ് ആദ്യം എടുക്കുക. അതിനുശേഷം കുറച്ച് ആൽമണ്ട് എടുക്കുക. അതിനുശേഷം കുറച്ച് പംകിൻ സീഡ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം തന്നെ പൊടിച്ചെടുക്കണം. ഇത് ഓൾമോസ്റ്റ് പൊടിക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അയക്ക് ഞാൻ മുമ്പേ പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റ്. ഓക്കെ, ഒരിക്കൽ കൂടി പറഞ്ഞു, ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ഉപയോഗിക്കുക. എഴുതി വെച്ചിരിക്കുന്ന കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയ ശേഷം മേടിക്കുക ഡാർക്ക് ചോക്ലേറ്റ്. അത് ഒന്ന് രണ്ട് ചെറിയ പീസാക്കിയിട്ട് ഇടുക. ചെറിയ പീസാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അരഞ്ഞു കിട്ടും നമുക്ക്. അതിനുശേഷം ഒന്നുകൂടെ പൊടിക്കുക. നമ്മൾ അരച്ചെടുത്ത ശേഷം ഇതുപോലെ പേസ്റ്റ് ആയിട്ട് വരും. ഈ പേസ്റ്റ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെയുള്ളൊരു പേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഒരു ഗ്ലാസ് പാലെടുക്കാം. അതും സാധാരണ രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ പേസ്റ്റ്, ഒരു ടീസ്പൂൺ പേസ്റ്റ്
ഇതിലേക്ക് ഇടുക. അതിനുശേഷം ശരിക്ക് ഇളക്കി കൊടുക്കുക. ശരിക്ക് ഇളക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സാഫ്രൻ എന്ന് പറഞ്ഞു, അതായത് നമ്മുടെ കുങ്കുമപ്പൂവ്. ഒരല്പം കുങ്കുമപ്പൂവ് എടുക്കാം. കുറച്ച് മതി. അല്പം ഇടുക. ഇട്ട ശേഷം ശരിക്ക് നമ്മുടെ ഈ പാല് ഇളക്കണം. ശരിക്ക് ഇളക്കുക. കാരണം നമ്മുടെ ഈ ഇട്ടക്കുന്ന പേസ്റ്റ് ഒട്ടുമിക്കാലും ഇതിൻ്റെ അകത്ത് അലിഞ്ഞ് ചേരണം. അതിനുശേഷം നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് ഞാൻ പറയുന്നത് 2 മണിക്കൂർ മുമ്പ്, അതായത് നിങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് 2 മണിക്കൂറിന് മുമ്പ് ഈ ഒരു ഗ്ലാസ് പാല് ഇങ്ങനത്തെ ഇത്രയും സാധനം ഇട്ട ശേഷം കുടിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, നമ്മളിങ്ങനെ ചിലപ്പോൾ ഇളക്കുമ്പോൾ അടിയിൽ പൂർണ്ണമായിട്ടും ഇത് ലയിച്ച് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടിക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് കുടിക്കണം. അതായത് കുറച്ച് മട്ടായിട്ട് വന്നാലും ശരി, അതും കൂടെ കുടിക്കണം. ഇതിൻ്റെ അകത്ത് മട്ടില്ല എന്ന് വെച്ചാൽ മൊത്തമായിട്ട് വലിഞ്ഞു ചേർന്നില്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ താഴെ ഇങ്ങനെ കട്ടിയായി കിടക്കും. അതുകൂടി നമ്മൾ കുടിച്ചേ പറ്റുള്ളൂ. ഇതിനകത്ത് ഒട്ടും തന്നെ സാധനം കളയാനില്ല. 100% ഈ ഗ്ലാസ്സിലെ പാലും നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങളും നിങ്ങൾ കുടിക്കുക. 100% നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടോ? കൊള്ളാല്ലേ? എന്താണെങ്കിലും പുരുഷന്മാരുടെ ജീവിതശൈലി അല്പം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കുടുംബത്തിന് വളരെയധികം വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. ഒരു കുട്ടിക്ക് വരും നിരവധി കുട്ടികൾ ഇങ്ങനെ ചെറപറാന്ന് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്താണെങ്കിലും കണ്ടത് മനോഹരം, കാണാൻ പോകുന്നു അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലിങ്കൽ. അതുവരയ്ക്കും കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി പേജ് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.